ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലെ SFI പ്രതിഷേധത്തിനെതിരെ താൽക്കാലിക VC സിസ തോമസ് കഴിഞ്ഞ ദിവസം തനിക്കെതിരെ കയ്യേറ്റം നടന്നെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങളെ മുറിയിൽ പൂട്ടിയിട്ടെന്നും സിസ തോമസ് പറഞ്ഞു. SFIയുടെ സമരരീതി അപരിഷ്കൃതമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ വിമർശനം. എന്നാൽ പഠന സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥി സമരത്തെ തെറ്റായി ചിത്രീകരിച്ചെന്നാണ് SFIയുടെ വിശദീകരണം. PhD ഡയറക്ടറേറ്റ് സ്ഥാപിക്കുക, മതിയായ ക്ലാസ് മുറികൾ ഒരുക്കുക, ഫൈൻ ആർട്സ്, തിയേറ്റർ, മ്യൂസിക്, MPS, ഡാൻസ് എന്നീ വിഭാഗങ്ങളിലെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുക തുടങ്ങി 18ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കഴിഞ്ഞ 25 ദിവസമായി കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ SFI സമരം നടത്തുന്നത്. ഇതിനിടെയായിരുന്നു ഇന്നലെ സർവകലാശാലയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലേക്ക് ശവമഞ്ചം അടക്കം കൊണ്ടുവന്നുള്ള SFI പ്രതിഷേധം. VCയെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ചു. കുട്ടികൾക്കെതിരായിട്ട് ഒരു കാര്യവും ഒരു ഡിസിഷനും ഇത്രയും നാളുകൊണ്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ എന്നോട് എന്തിനു വേണ്ടിയിട്ട് പ്രതികരിക്കുന്നു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റണമല്ലോ. ഞാൻ അവിടെ വിളിച്ചു വരുത്തിയ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന് ഇറങ്ങിപ്പോകാൻ പറ്റണമല്ലോ. എല്ലാവരെയും പൂട്ടിയിട്ട് നമ്മളെ ഇറക്കിപ്പോലും വിടാതെ നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്നലെ വന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് SFI ഇപ്പോൾ സമരം നടത്തുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത തികച്ചും അപരിഷ്കൃതമായിട്ടുള്ള ഒരു സമര രീതിയാണ് അവിടെ ഉണ്ടായത്. കാലടി സർവകലാശാലയിൽ 10 വർഷക്കാലം ഇടതുപക്ഷം ഭരിച്ചിട്ട് ഈ സർക്കാർ UDF അധികാരത്തിൽ വന്ന് 3 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോഴാണ് അവർക്ക് അവിടെ സൗകര്യങ്ങളുടെ പരിമിതികളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ചൊക്കെ അവർക്കുണ്ടായത്. ഈ 10 വർഷക്കാലം അവരെവിടെയായിരുന്നു ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ? എന്നാൽ വൈസ് ചാൻസലർ സിസ തോമസിന്റെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് SFIയുടെ വിശദീകരണം. തിയേറ്റർ വിഭാഗത്തിലെ ഉപകരണങ്ങൾ നശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്റർ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ പ്രതിഷേധ നാടകമായിരുന്നു ഇന്നലെ നടന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ഒരു തിയേറ്റർ പ്രൊഡക്ഷനാണ്. അതിനൊക്കെ പുറത്തുനിന്ന് വലിയ പൈസ കൊടുത്ത് ലൈറ്റ് എടുക്കേണ്ട ഒരു ഗതികേടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അത് പൈസ ഇല്ലാത്തവരാണെങ്കിൽ അതും ചെയ്യാതെ ഞങ്ങളുടെ ഒരു ഈ 2 വർഷക്കാലത്തെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് തിയേറ്റർ പ്രൊഡക്ഷൻ, പ്രാക്ടിക്കൽ എക്സാം. അത് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നാടക വിദ്യാർത്ഥികൾ എന്ന രീതിക്ക് നാടകം തന്നെ ഞങ്ങൾക്ക് പ്രതിഷേധമായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെ മരിച്ചുപോയി എന്ന് തന്നെ ഞങ്ങൾ പറയുന്ന ഈ ലൈറ്റുകളായിട്ട് ഞങ്ങൾ പോയത്. അത് എങ്ങനെയാണ് ഇത്തരത്തിൽ VCയോട് ഉപമിച്ച് ഇതിങ്ങനെ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ തീരുമാനങ്ങൾ ഞങ്ങൾ അറിയിക്കണമെന്ന് VCയോട് ആവശ്യപ്പെടുമ്പോൾ VC ഞങ്ങളോട് ചർച്ച ചെയ്യാൻ ഒരു തരത്തിലും തയ്യാറാവാത്ത നിലയാണ് ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് SFIയുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.